ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടനൊരു ക്രേവിങ്സ് എന്നോട് പറഞ്ഞു ഫ്രൈഡ് ചിക്കൻ്റെ പൊടി വാങ്ങിച്ചിട്ട് വരാം, ചിക്കൻ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടല്ലോ, എന്നാൽ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ നല്ല ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് എടുക്കാം. നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ എടുത്തേക്കുന്ന ലെഗ് പീസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ബീറ്റിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുട്ടയൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നാൽ തുടങ്ങിയാലോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുന്ന ചിക്കൻ മുട്ടയുടെ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം നമ്മുടെ പൊടിയിലിട്ട് വെച്ച് നന്നായിട്ട് അതൊന്ന് അമക്കി കൊടുക്കണം. അതൊന്ന് ഉരുട്ടി എടുത്ത് പിന്നെ അത് ഇതാക്കിയെടുത്ത് പിന്നെ മുട്ടയുടെ ഇതിനകത്തോട്ടൊന്ന് മുക്കാം. ശേഷം സെയിം പ്രോസസ്സ് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. കോട്ടിങ് നന്നായിട്ട് എല്ലായിടത്തും കയറണം, എന്നാലേ നമ്മൾ മേടിക്കുന്ന ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഇത് വരുള്ളൂ. ഓക്കെ, ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കനെല്ലാം ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. നമ്മൾ എടുക്കുന്നത് നിർമ്മലിൻ്റെ നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മൾ ഗ്യാസ് എത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ചൂടായോന്ന് ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഇതിട്ട് നോക്കാം. ചൂടാവാനുണ്ട്. ചിക്കൻ ഫ്രൈഡ് ചിക്കൻ്റെ പീസ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ചിട്ട് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കഴിച്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ ക്രേവിങ്സ് ഉണ്ടായ സാധനം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം ഗോപിക.